നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ തകർത്ത ഭീകരവാദ ശൃംഖല പുനർനിർമ്മിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം നടക്കില്ലെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും കണ്ടത് വെറും ട്രയൽ മാത്രമാണ്. പാകിസ്ഥാന് ലഭിക്കുന്ന പണം മുഴുവൻ ഭീകരപ്രവർത്തനങ്ങളുടെ പ്രോത്സാഹനത്തിനായി വിനിയോഗിക്കുമെന്നതിനാൽ പാകിസ്ഥാന് അനുവദിച്ച ധനസഹായം കൈമാറുന്ന കാര്യം മുരുദ്കേയുടെയും ഭവൻപൂരിലെയും ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും താവളങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ധനസഹായവും പാക് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് ലഭിക്കുന്ന പണം ഇതിനായി വിനിയോഗിക്കുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നു. പാകിസ്ഥാന് നൽകുന്ന എല്ലാ ധനസഹായവും ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുന്നതാണ്. പാകിസ്ഥാൻ ഇപ്പോൾ പ്രൊബേഷൻ അനുവദിച്ചിരിക്കുകയാണെന്നും നല്ല നടപടിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ പാകിസ്ഥാന് തന്നെയാണ് നല്ലതെന്നും അല്ലാത്ത പക്ഷം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത ശിക്ഷാ നടപടി നേരിടേണ്ടി വരും. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും ശരിയായ സമയം വരുമ്പോൾ മുഴുവൻ ചിത്രവും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കും. പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളിൽ നിന്നും നികുതി ഇനത്തിൽ പിരിച്ചെടുത്ത 14 കോടി രൂപ ഐക്യരാഷ്ട്രസഭ പോലും ഭീകരനെന്ന് മുദ്രകുത്തിയ മസൂദ് അസ്രിഹാനായി ചെലവിടാൻ പാക് പദ്ധതി. മുരുദ്കേയിലെ പാക് മന്ത്രി റാണ തൻവീർ ഹുസൈൻ സന്ദർശനം നടത്തുകയും ഇന്ത്യ വ്യോമാക്രമണത്തിൽ തകർത്ത പ്രദേശം സർക്കാർ ചിലവിൽ പുനർനിർമ്മിക്കുമെന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്നാഥ് സിംഗിന്റെ പരാമർശം. 1965-ലും 1971-ലും പാകിസ്ഥാനെതിരെ നേടിയ വിജയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഫുജിൻ ഇത്തവണത്തെ വിജയത്തിലും പങ്കുചേരാനായത്, ഫുജിൻ സന്ദർശിക്കാനായാലും താൻ ഏറെ അഭിമാനിക്കുന്നതായും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യോമസേനയെ സിംഗ് അഭിനന്ദിച്ചു. രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയതിൽ വ്യോമസേനയ്ക്ക് പ്രധാന പങ്കുണ്ട്. പാക് ഭീകരതയെ തരിപ്പണമാക്കാൻ വെറും 23 മിനിറ്റ് മാത്രമേ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആവശ്യമായി വന്നുള്ളൂ. പാകിസ്ഥാൻ പോലും ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ കരുത്തിന് അംഗീകരിച്ചു. രാത്രിയുടെ അന്ധകാരത്തിൽ പകലിന്റെ പ്രകാശം പരത്താൻ ബ്രഹ്മോസിനായതെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.